വൈകാതെ തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ടീം വിട്ടു പോകാനുള്ള സാധ്യത ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. കാരണം ഈ ഒരു ടീമിൽ പല പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ടീമിന് ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ടീം പ്ലേയിങ് 11 ഇടുന്ന സമയത്തായപ്പോലും ഇപ്പൊ കഴിഞ്ഞ വർഷം സംഘക്കാരുള്ള സമയത്തായപ്പോലും പല സമയത്തും ടീം സെലക്ഷൻ ഉള്ള സമയത്ത് ടീം എടുക്കുന്ന സമയത്ത് സഞ്ജു ആയിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ടീമാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം രാജസ്ഥാൻ റോയൽസിന് ടീം ഇടുന്ന സമയത്ത് കൂടുതലായിട്ടും രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതും. ഒരു അതായത് ഒരു പ്ലെയർ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ മറ്റൊരു പ്ലെയറെ ഇറക്കുന്നില്ല. അങ്ങനെ അതായത് ഒരു ഫോം ഔട്ട് ആയ പ്ലെയറെ കയറ്റി വേറൊരു ബോളറെ ഇപ്പൊ ഉദാഹരണം ദേശ്പാണ്ഡെ എത്ര കളിയിലായി ചെണ്ടയായി മാറുന്നത്. വീണ്ടും വീണ്ടും ആ പ്ലെയർക്ക് അവസരം കൊടുക്കുന്നു. ആകാശ് മധുവാലിന് ഈ ദ്രാവിഡിന്റെ ഇഷ്ടപ്രകാരമാണ് ടീം പോകുന്നത്. ക്യാപ്റ്റനൊന്നും ഇപ്പൊ പരാഗിനെ പണ്ടും കാലില്ല. പരാഗിനെ പിന്നെ പ്ലെയർ ഇറക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് കേൾക്കൂ. എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ടീം വിട്ട് പോകാൻ സാധ്യതയുണ്ട്. വേറെ ഏതെങ്കിലും ടീമിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. അന്നെങ്കിലും രാഹുൽ ദ്രാവിഡിനെ പുറത്താക്കി പഴയ പോലെ സംഘക്കാരനെ കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ വേറെ ഓപ്ഷൻ. പിന്നെ സഞ്ജു സാംസൺ ഈ ടീം വിട്ടു പോയി കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിന് വലിയൊരു അടിയായിരിക്കും. കാരണം ആ ടീം പിടിച്ചു നിന്ന് പോകുന്നത് സഞ്ജു സാംസണെ കൊണ്ടാണ്. ഇത്രയും ഫാൻസ് ഉണ്ടാവാൻ കാരണം ഈ സഞ്ജു ടീം വിട്ട് പോവുകയാണെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ കഥ. കാരണം ആ ടീമിന്റെ ഫാൻസും ഇതൊക്കെ പോകും. പിന്നെ രാഹുൽ ദ്രാവിഡിനെ മാനേജ്മെന്റിന് ഒഴിവാക്കേണ്ടി വരും. അപ്പം പിന്നെ ഇന്നത്തെ 3 കളിയായിട്ട് സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കളി വിജയിച്ചേനെ. കാരണം ഇത് പറയുമ്പോൾ ചിലർക്ക് കുരു പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം സഞ്ജു സാംസന്റെ നോക്കാം, ആദ്യ കളി നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് ഡൽഹിക്കെതിരെ. രണ്ടാമത്തെ കളിയും ലക്നൌക്കെതിരെ സഞ്ജു ഇല്ലായിരുന്നു. അതും ഒരു ബാധിച്ചു. 3 കളിയായിട്ടും ജയിക്കേണ്ട ഒരു മത്സരം. എടുത്തു പറയേണ്ട കാര്യം 3 കളിയും നമ്മൾ ജയിക്കേണ്ട കളിയാണ്. ഈ 3 കളിയും ജയിക്കേണ്ട കളി അനായാസമാണ്. ഈസി ആയിട്ട് ജയിക്കേണ്ട കളി ഫ്രീ ആയിട്ട് മറ്റുള്ള ടീമുകൾക്ക് പോയിന്റ് കൊടുത്ത പോലെയാണ്. പിന്നെ സഞ്ജു ഇല്ലാത്തത് വലിയ തിരിച്ചടിയായി. ഏതായാലും ഈ ടീമിന്റെ ഈ ഒരു ഘടനയും ഈ ഒരു സംഭവങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വൈകാതെ സഞ്ജു സാംസൺ അടുത്ത ഓപ്ഷനിലായി ഒരു സീസൺ കൂടി കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷനിലും ഇതുപോലെ തന്നെ അഴിഞ്ഞു വരുന്ന ചിലപ്പോൾ ഒരു സീസണും കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി ആ ഒരു സീസണിൽ ഫ്ലോപ്പാണ് ഇപ്പം ചിലപ്പോൾ ടീം വിട്ട് പോയി വേറെ ടീമിലേക്ക് പോകാൻ നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് എല്ലാം നിയന്ത്രിക്കുന്ന രാഹുൽ ദ്രാവിഡ. പഴയതുപോലെ ഒന്നുമല്ല. പണ്ടൊക്കെ സംഘക്കാരെയും സഞ്ജു ആയിരുന്നു. ഇപ്പൊ ഇതെല്ലാം ടീം സെലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് രാഹുൽ ദ്രാവിഡിലാണ്. ആ കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്ത മാനേജ്മെന്റിനെയാണ് ആദ്യം മറ്റൊരു തെറി പറയേണ്ടത്. ഏതായാലും വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം.